അങ്ങനെ റെക്കമെൻഡ് തേടുന്നവരെ അവർ തടയുകയും ചെയ്യും. വഹും മുസ്തക്ബിറൂൻ, അവര് കിബിറന്മാരാണ്. ഞങ്ങളെ പഠിച്ചവനോട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറയും, അങ്ങനെ നബിന്റെ ആവശ്യമില്ല എന്ന കിബിറന്മാരാണ്. ഖുർആൻ കപട വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു അവതരണ പശ്ചാത്തലം? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് സഹാബത്ത് പറഞ്ഞതാണ്, നീ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് ആവശ്യപ്പെടൂ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ സക്കാത്തും കൊടുക്കുന്നുണ്ട്. ഇനിയോ ഫമാ ബഖിയ ഇല്ലാ അൻ അസ്ജുദ ലി മുഹമ്മദ്, ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് തല കുനിക്കണമെന്നാണ്, മുഹമ്മദിന് സുജൂദ് ചെയ്യണമെന്നാണ്. അതിന് അബ്ദുല്ലാഹിനെ കിട്ടൂല. അവൻ പറഞ്ഞ ആരോപണം കേട്ടോ, നിങ്ങൾ പച്ചക്കള്ളമല്ലേ? സഹാബത്ത് അവനോട് റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ലേ, ഇല്ല, പറയൂല. അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, വിവരമില്ലാത്ത ചിലര് അജ്മീറിൽ പോയി സുജൂദ് ചെയ്യുന്നവരുണ്ട്, ഡൽഹിയിൽ പോയിട്ട് അതാ നിസാമുദ്ദീൻ തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ വേറെ പല സ്ഥലത്തും സുജൂദ് ചെയ്യുന്നവരുണ്ട്. പച്ച ഹറാമാണ്, കടുത്ത തെറ്റാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതെന്നും പറഞ്ഞതാണ്, അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. വസുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം, ശൈഖന്മാരുടെ മുമ്പിൽ സുജൂദ് പച്ച ഹറാമാണ്. റുബ്ബമാ യുഅദ്ദി ഇലൽ കുഫ്രി, അത് ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് തന്നെ കൂട്ടുന്നതാണ്. ഫത്ഹുൽ മുഈൻ അടക്കം സർവ്വ കിതാബിലുമുണ്ട്. ഒരു വിവരവുമില്ലാത്തവർ മഹാന്മാരെ ഖബറിങ്കിലും മഹാന്മാരെ മുന്നിലുമൊക്കെ സുജൂദ് ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവർ, അവർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാരെന്നും ശബ്ദിക്കുന്നവരാണ്. ഇതുപോലെ ചില മഖബറുകളിൽ നടക്കുന്ന അനാചാരങ്ങൾ പലതുമുണ്ട്. അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് സംസാരിക്കുന്നവരാണ്. ഇതുപോലെ ഔലിയാക്കളെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞ് കറാമത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർക്കെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ മുജാഹിദിന് നിലനിൽപ്പുണ്ടാവില്ല. ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ പരിപാടി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുശാവറയിലെ അംഗങ്ങളല്ല, അതേ അതുപോലെ അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല. പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ച് തടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു.